സർവസംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗേന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ അധികാരം അഥവാ 8ാമത്തെ അധ്യായം. അതിൻ്റെ പേര് അവത്തൈ തന്മൈ എന്നാണ്. അവത്തൈ എന്ന് പറഞ്ഞാൽ അവസ്ഥ, അവസ്ഥയുടെ സ്വരൂപം. ഇവിടെ അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളല്ല, ജ്ഞാനിയുടെ ആന്തരികമായ അവസ്ഥ. ജ്ഞാനിയുടെ ആന്തരികമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. ബ്രഹ്മം തന്നെയാണ് ആ ശുദ്ധമായ അവസ്ഥയുടെ സ്വരൂപം, ജ്ഞാനികളുടെ നില അല്ലെങ്കിൽ അവരുടെ ആന്തരികമായ സ്ഥിതി. അതിനെയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ഉണ്ടൊഴിത്ത് തേടുമുടമ്പരായി ഒன்று മുതൽ അണ്ടർപദത്തപ്പാലും ഐമ്പുലത്തും ഉണ്ട് മഴുങ്കിനർക്ക് ഭോഗം വരുത്തമായി തോன்ற എഴുന്തവരുൾ കെട്ടേൻ ഇതൻ. സാധാരണക്കാർ ജ്ഞാനികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തരായിരിക്കുന്നത്? അവരുടെ സ്ഥിതിയും ജ്ഞാനിയുടെ സ്ഥിതിയും കൂടെ താരതമ്യം ചെയ്താലേ ജ്ഞാനികളുടെ മഹത്വം അജ്ഞാനികൾക്ക് പിടികിട്ടും. സാധാരണക്കാരുടെ അവസ്ഥ എന്താ? ഉണ്ട് ഒഴിത്ത് തേടും ഉടമ്പരായി. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ണുക എന്ന് പറഞ്ഞാൽ ഭുജിക്കുക, അനുഭവിക്കുക എന്നർത്ഥം. വിഷയസുഖങ്ങൾ അതുപോലെ വിഷയ ദുഃഖങ്ങളും അനുഭവിച്ച് ഒഴിത്ത്. ഒഴിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അനുഭവിക്കും തോറും സഞ്ചിത കർമ്മവാസന അല്ലെങ്കിൽ സഞ്ചിത കർമ്മങ്ങൾ കുറഞ്ഞു വരും. സഞ്ചിത കർമ്മം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. പൂർവജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചതും ഫലം ഇനി തരാൻ പോകുന്നതുമായ വാസനകൾ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ സൂക്ഷ്മ രൂപങ്ങളെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുഖവും ദുഃഖവുമായി നാം അനുഭവിക്കുമ്പോൾ കർമ്മവാസനകൾ കുറഞ്ഞാണ് വരുന്നത്. അനുഭവിച്ച് തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഉണ്ട് ഒഴിത്ത്. അനുഭവിച്ച് ഉണ്ടും. ഉണ്ടും എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുകയും എന്നർത്ഥം. ഒഴിത്ത് പഴയ സഞ്ചിത കർമ്മങ്ങളെ ക്ഷയിപ്പിച്ചും ഒഴിപ്പിച്ചും. സഞ്ചിത കർമ്മങ്ങളെല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുവരികയും, നമ്മൾ കുറച്ച് കൊണ്ടുവരികയില്ല. സുഖവും ദുഃഖവും അനുഭവിക്കുമ്പോൾ, സുഖം അനുഭവിക്കുമ്പോൾ സത്കർമ്മങ്ങൾ കുറയും, ദുഃഖം അനുഭവിക്കുമ്പോൾ ദുഷ്കർമ്മങ്ങൾ കുറയും. ഇപ്പം കർമ്മഫലമാണ് സുഖദുഃഖങ്ങൾ. ഇങ്ങനെ നമ്മൾ അനുഭവിക്കുകയും അതോടൊപ്പം സഞ്ചിത കർമ്മങ്ങളുടെ ഫലങ്ങളെ ഒഴിപ്പിക്കുകയും അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരികയും. ഒഴിത്ത് തേടും ഉടമ്പരായി. ഉടമ്പ് എന്ന് പറഞ്ഞാൽ ശരീരം. വീണ്ടും ശരീരങ്ങളെ അന്വേഷിക്കുന്നവരായി. അവിടെയാണ് കുഴപ്പം. പഴയതിനെ ക്ഷയിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം മൊത്തമായി ക്ഷയിപ്പിച്ച് ഇല്ലാതെയാവണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. പക്ഷേ തേടും ഉടമ്പരായി, വീണ്ടും ശരീരങ്ങളെ അന്വേഷിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ ഭാവി ശരീരങ്ങൾക്ക് കാരണമാകുന്ന കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കർത്തൃത്വ ബോധത്തോടുകൂടി സംഘബദ്ധരായി കർമ്മം ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെയാണ് ഉണ്ടൊഴിത്ത് തേടും ഉടമ്പരായി. ഒன்று മുതൽ അണ്ടർപദത്തപ്പാലും. ഉടമ്പരായി എന്നുള്ളതിന് ഇവിടെ ശരീരികളായി, ശരീരത്തെ ധരിക്കുന്നവരായി എന്നർത്ഥം. ഒன்று മുതൽ അണ്ടർപദത്തപ്പാലും. ഒன்று മുതൽ ഒന്നിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ തുടങ്ങി. അണ്ടർപദത്തപ്പാലും. അണ്ടർപദം ദേവന്മാരുടെ ലോകം, ദേവന്മാരുടെ സ്ഥാനം. അപ്പാലും അതിനെയും അതിക്രമിച്ച്. ഇവിടുന്നാണ് തുടക്കം. നമ്മുടെ ശരീരം ഇപ്പോൾ ഭൂമുഖത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് തുടങ്ങി ദേവന്മാരുടെ ലോകങ്ങളെയും അതിക്രമിച്ച് അതിനും മുകളിലുള്ള ഏതെങ്കിലും ലോകങ്ങളുണ്ടെങ്കിൽ അവിടെയും ഒക്കെ ചെന്ന് ജനിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് മാത്രം പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ താഴോട്ടായിരിക്കും പോകുന്നത്. ഊർധ്വലോകങ്ങളിൽ പോകുന്നത് പുണ്യവിശേഷം കൊണ്ടും താഴോട്ട് പോകുന്നത് പാപവിശേഷം കൊണ്ടുമാണ്.
എന്തായാലും ഇവിടുന്നാണ് തുടക്കം എന്നാണ്. ഈ പുണ്യവും പാപവും ആർജിക്കുന്നത് ഭൂമിയിലാണ് എന്നാണ്. പുണ്യം തീർന്നു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വരണം, പാപം തീർന്നു കഴിഞ്ഞാലും ഭൂമിയിലേക്ക് വരണം. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ പുണ്യപാപ കർമ്മങ്ങൾക്കനുസരിച്ച് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് ഓരോരോ ലോകത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ആയിരിക്കാം. 1 മുതൽ 100 ஐம்புலത്തും മനുഷ്യർക്ക് ദേവലോകം അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്ന ബ്രഹ്മലോകം തുടങ്ങിയ ലോകങ്ങളിലെ സുഖങ്ങൾ അനുഭവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് ഈ ജന്മത്തെ ഇല്ലാതാക്കണം എന്നൊരു വിചാരമില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് കൂടുതൽ സുഖം അനുഭവിക്കണം എന്നാണ്. ഇവിടെ എന്തായാലും പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. വാർദ്ധക്യമായി, ഇനിയിപ്പോൾ അധികം ആയുസ്സൊന്നുമില്ല. എന്നാൽ ഈ മരിക്കുമ്പോഴെങ്കിലും ഒരു നിസ്സംഗതയോ വിരക്തിയോ മനുഷ്യ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സുഖത്തിലുള്ള തൃഷ്ണയാണ് അതിന് കാരണം. അപ്പോൾ അവർ ഊർധ്വലോകങ്ങൾ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ പലതും കിട്ടിയാൽ കൊള്ളാം എന്നാണ് ആഗ്രഹം. അങ്ങനെ തേടുന്നവരായി, ഊർധ്വലോകങ്ങളിലെ സുഖാനുഭവത്തെ അന്വേഷിക്കുന്നവരായി ഐമ്പുലത്തും ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ച്, ഉണ്ണുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, ഭുജിക്കുക. സംസ്കൃതത്തില് ഭുജുധാതുവിന് അനുഭവിക്കുക, ശാപ്പാട് കഴിക്കുക, ഉണ്ണുക എന്ന് 2 അർത്ഥമുണ്ട്. തമിഴിലും അങ്ങനെ തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയസുഖങ്ങളെ അനുഭവിച്ച് ഐംപുലൻ, പുലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, ഐംപുലൻ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ. ഐംപുലത്തും ഉണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയസുഖങ്ങളെ അനുഭവിച്ച് മഴുങ്കിനർക്ക് എന്ന് പറഞ്ഞാൽ മൂർച്ച കുറഞ്ഞവർക്ക്, ഏതെങ്കിലും സാധനം ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അമിതമായി ഉപയോഗിക്കുകയോ ചെയ്താൽ അതിൻ്റെ മൂർച്ച പോവും. കത്തിയും മറ്റുമൊക്കെ ധാരാളം പച്ചക്കറിയൊക്കെ അരിയുന്നവരാണെങ്കിൽ ആ കത്തിയുടെ മൂർച്ച പെട്ടെന്ന് പോകും. അതുപോലെ ഉപയോഗിക്കാതിരുന്നാലും അതിൻ്റെ മൂർച്ച പോകും. അതിനെയാണ് മഴുങ്ങുക എന്ന് പറയുന്നത്. മഴുങ്കിനർ എന്ന് പറഞ്ഞാൽ ആ മൂർച്ച ഇല്ലാതെയാവുക എന്നർത്ഥം. ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിച്ച് ഇന്ദ്രിയങ്ങൾ മങ്ങിപ്പോവുന്നു. അവയുടെ മൂർച്ച, തീക്ഷ്ണത കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സുഖത്തെ അനുഭവിച്ച് മഴുങ്കിനർക്ക് വിഷയവാസനകളുടെ മൂർച്ച കുറഞ്ഞ്, ഇന്ദ്രിയങ്ങളുടെ മൂർച്ച കുറയുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ വാസനകളുടെ മൂർച്ച, തീക്ഷ്ണത കുറയുന്നുണ്ടോ? ഇതാണ് ചോദ്യം. വാസനാക്ഷയം സംഭവിക്കുന്നുണ്ടോ? ആർക്കാ വാസനാക്ഷയം സംഭവിക്കുന്നത്? പുണ്യശാലികൾക്ക്, സത്യദർശികൾക്കാണ് വാസനാനാശം ഉണ്ടാവുന്നത്. അങ്ങനെ വിഷയവാസനകളുടെ മൂർച്ച കുറഞ്ഞ് മഴുങ്കിനാർക്ക് ഭോഗം വരുത്തമായി തോன்ற. ഈ ഭോഗങ്ങളൊക്കെ, വരുത്തം എന്ന് പറഞ്ഞാൽ സങ്കടം, ദുഃഖം, ഭോഗങ്ങളൊക്കെ ദുഃഖമായി തോന്നണം എന്ന്. വിഷയസുഖങ്ങളോട് വിരക്തി, വിഷയസുഖങ്ങളെ കണ്ടാൽ അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നൊരു ഭാവം ഉള്ളിലുണ്ടാവണം. അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. സന്യാസം, ത്യാഗം എന്നൊക്കെ പറയുന്നത് ഈ വിഷയസുഖങ്ങളോടുള്ള പ്രതിപത്തി ഇല്ലായ്മയാണ്. നീരസം, ഭോഗം വരുത്തമായി തോன்ற. ഇത് എപ്പോഴാ ഈ വിഷയസുഖങ്ങളോട് മനുഷ്യന് ഒരു അകൽച്ചയോ നിസ്സംഗതയോ തോന്നുക എന്ന് ചോദിച്ചാൽ, എഴുந்த അരുൾ, ഈശ്വര കൃപയുണ്ടാകുമ്പോൾ വിരക്തി ഉണ്ടാവും. അരുൾ എന്ന് പറഞ്ഞാൽ ഭഗവത് കൃപ, ഭഗവത് കടാക്ഷം, ഈശ്വരാനുഗ്രഹം. അതാണ് എഴുந்த അരുൾ. ഒരാൾക്ക് ഈശ്വര കൃപ കിട്ടിയോ, ഈശ്വരാനുഗ്രഹം ലഭിച്ചുവോ എന്ന് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, വിഷയങ്ങളിൽ വിരക്തി വന്നെങ്കിൽ ഈശ്വരാനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ല. അതാണ് മാനദണ്ഡം. വൈരാഗ്യം. വരുത്തമായി തോன்ற എഴുந்த അരുൾ. മിഥ്യാധാരണകളുടെയൊക്കെ ശക്തി കുറഞ്ഞ്, വാസനകളുടെയൊക്കെ മൂർച്ച കുറഞ്ഞ് ഈശ്വര കൃപ ഉണ്ടാകുന്നു. ഈശ്വര കൃപ ഉണ്ടാകുമ്പോഴാണ് വാസനകൾ ക്ഷയിക്കുന്നത്, വിഷയസുഖങ്ങളിൽ വിരക്തി ഉണ്ടാകുന്നത്. അരുൾ ഇതെന്തൊരത്ഭുതം! ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ വിഷയങ്ങളുടെയൊക്കെ പിടിച്ചുവലി, വിഷയങ്ങൾക്ക് നമ്മിലുണ്ടായിരുന്ന സ്വാധീനം എത്ര പെട്ടെന്ന് കുറഞ്ഞ് അവ ഇല്ലാതെയാവുന്നു. ആ ഇല്ലാതാകുന്നത് കണ്ടിട്ട് ഒരു ജ്ഞാനി വിസ്മയിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെന്തൊരത്ഭുതം, ആശ്ചര്യം! ഇന്നലെ വരെ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്ന, എനിക്കൊരിക്കലും ഇവയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല എന്ന് ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഭഗവത് കൃപ എന്നിലേക്ക് വർഷിച്ചത്. ഈ വാസനകളുടെ ശക്തി പതുക്കെ അതിവേഗത്തിൽ കുറഞ്ഞു വരാൻ തുടങ്ങി. എൻ്റെ ഹൃദയം ശുദ്ധ നിർമ്മലമായി ശരത്കാല ആകാശം പോലെയായി. അപ്പൊ അതൊരത്ഭുതമാണ് എന്നാണ്.
കെട്ടേൻ. കെട്ടേൻ എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടുപോയി, നശിച്ചുപോയി എന്നല്ല, എനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ല ആ അവസ്ഥയെ എന്ന്. ഞാൻ അശക്തനായി പോയിരിക്കുന്നു. ഈ കാര്യത്തെ, എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെ വാക്കുകളിലൂടെ വർണ്ണിക്കാൻ എനിക്ക് കഴിവില്ലാതായിരിക്കുന്നു. പലതിനെയും എനിക്ക് വിവരിക്കാൻ പറ്റും. പല കാര്യങ്ങളും പഠിച്ചയാളാണ്. സൂക്ഷ്മമായ കാര്യങ്ങളെയൊക്കെ നല്ല പോലെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ളവനാണ്. എങ്കിലും എൻ്റെ ഉള്ളിൽ നടന്ന ഈ പരിവർത്തനം, സംഭവിച്ച ഈ മാറ്റം, അത്ഭുതകരമായ മാറ്റം, അതിനെ വർണ്ണിക്കാൻ ഞാൻ അശക്തനായിരിക്കുന്നു. എനിക്ക് അതിനുള്ള കഴിവില്ല. ഇതാണ് ഞാൻ ഈ ഉള്ളിൽ അനുഭവിക്കുന്ന ആ അവസ്ഥയുടെ മഹത്വം. ഒരു ശരീരമെടുത്ത് പ്രാരബ്ധവശാലുള്ള ഭോഗം അനുഭവിക്കുമ്പോൾ നടത്തുന്ന കർമ്മങ്ങളിൽ നിന്ന് പാപപുണ്യങ്ങളുണ്ടായി അവയ്ക്കനുസരണമായി വീണ്ടും ശരീരങ്ങൾ ഉണ്ടാകുന്നു. പ്രാരബ്ധം കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഈ ശരീരത്തെ ഉണ്ടാക്കിയ കർമ്മങ്ങളുടെ ആകത്തുകയാണ് പ്രാരബ്ധം. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് സഞ്ചിത കർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. ഈ പ്രാരബ്ധം അനുഭവിച്ച് തീർന്നാലും സഞ്ചിത കർമ്മം ബാക്കി കിടക്കും. ഒരു വലിയ എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയാണ് സഞ്ചിത കർമ്മം. അതിൽ അല്പാൽപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പണം പിൻവലിക്കാറില്ലേ, അതുപോലെയാണ് പ്രാരബ്ധം. അപ്പൊ ഈ ആഗാമി എന്ന് പറയുന്നതോ സഞ്ചിത കർമ്മത്തിന്റെ ഒരംശമായ പ്രാരബ്ധം അനുഭവിച്ച് തീർക്കവേ ഇയാൾ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ഫലം ഈ സഞ്ചിതത്തിൽ ചെന്ന് ചേരും. അതിനെയാണ് ആഗാമി എന്ന് പറയുന്നത്. ചുരുക്കം, നമ്മുടെ മുതൽ കൂടി കൂടി വരും, പിൻവലിക്കൽ വളരെ കുറവാണ്. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, വാസനയുടെ കാര്യത്തിൽ അങ്ങനെ സന്തോഷിക്കാൻ നിർവാഹമില്ല. വാസന കുറയുകയാണ് വേണ്ടത്. ഒരു ചെറിയ അംശം എടുത്ത് നമ്മൾ ഈ ശരീരം സ്വീകരിച്ചു വന്നു, ഇവിടെ ഇരുന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. നേരത്തെ തന്നെ ടൺ കണക്കിന് ലോറിയായിട്ട് സഞ്ചിത കർമ്മമുണ്ട്. ഇപ്പൊ ഈ പ്രാരബ്ധം അനുഭവിച്ച് തീർക്കുന്നതിനിടയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഈ സഞ്ചിതത്തിൽ ചെന്ന് ചേരും. ഈ ജന്മം എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെയാണ് ആഗാമി എന്ന് പറയുന്നത്. ഈ ആഗാമി സഞ്ചിതത്തോടാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ പ്രാരബ്ധമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അപ്പൊ എന്നാണ് ഇതിനൊരു അവസാനം? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാസനാനാശത്തിനായി ശ്രമിച്ചുകൊള്ളുക എന്നാണ്. വാസനാക്ഷയം, തത്വബോധം ഉറച്ചു വരുന്തോറും വാസനകൾ ക്ഷയിക്കും. വാസനകൾ ക്ഷയിക്കും തോറും തത്വബോധം ഉറച്ചു വരും. രണ്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നതാണ്. മനോനാശം, മൂന്നെണ്ണമാണ് നമുക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്. വാസനാക്ഷയം, മനോനാശം, തത്വജ്ഞാനം. തത്വജ്ഞാനം വർദ്ധിക്കും തോറും വാസനകൾ ക്ഷയിക്കും. വാസനകൾ ക്ഷയിക്കും തോറും തത്വജ്ഞാനത്തിൽ നമുക്കൊരു ഇരുത്തം വരും. ഇത് രണ്ടും സംഭവിക്കുന്നതിനിടയ്ക്ക് മനസ്സ് നശിക്കുകയും ചെയ്യും. സങ്കല്പങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് മനസ്സ് ശാന്തമായ സ്ഥിതിയിലേക്ക് ചെന്നെത്തും. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു ശരീരമെടുത്ത് പ്രാരബ്ധവശാലുള്ള ഭോഗം അനുഭവിക്കാൻ നടത്തുന്ന കർമ്മങ്ങളിൽ നിന്ന് പാപപുണ്യങ്ങൾ ഉണ്ടായി അവയ്ക്കനുസരണമായി വീണ്ടും ശരീരങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ പാപപുണ്യാനുസാരം ജന്മങ്ങൾ ഭൂമിയിലും സ്വർഗത്തിലുമായി കഴിഞ്ഞുകൂടുന്ന ജീവാത്മാക്കൾക്ക് ഉണ്ടാകുന്ന ഭോഗങ്ങളിൽ വിരക്തി ജനിക്കുന്നു. പുണ്യത്തിന്റെ സ്വാധീനം കൊണ്ടാണ് വിരക്തി ഉണ്ടാകുന്നത്. പാപത്തിന്റെ സ്വാധീനം കൊണ്ട് സംഘവും ഉണ്ടാകും. വിഷയങ്ങളിൽ അമിതമായ സംഘം അല്ലെങ്കിൽ കമ്പം, ആർത്തി, ദുര, അതൊക്കെ പാപത്തിന്റെ ഫലമാണ്. പുണ്യം വിരക്തിയെയും വിവേകത്തെയുമാണ് ജനിപ്പിക്കുന്നത്. ഈ വിധം വിരക്തി വരുവാൻ ഹേതുവായി നിൽക്കുന്നത് അവരുടെ പുണ്യഫലമായി തീരുന്ന അരുൾപ്രസാദമത്രേ. ഈശ്വര കൃപ എന്ന് പറഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം, കാരുണ്യം ഉണ്ടെങ്കിലേ ഈ വാസനകൾ നശിക്കൂ, ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ. പക്ഷേ ഈ ഈശ്വരൻ ആരെയാ അനുഗ്രഹിക്കുന്നത്? അതൊരു വലിയ ചോദ്യമല്ലേ. ഈശ്വരൻ ആരോടും പക്ഷപാതമില്ല. അദ്ദേഹം നിഷ്പക്ഷമായി പ്രപഞ്ച വ്യവസ്ഥയെ കൊണ്ടു നടക്കുന്നയാളാണ്. അപ്പോ ഭക്തനെ മാത്രം അനുഗ്രഹിച്ചു എന്നിരിക്കട്ടെ, ഭക്തനും സഞ്ചിത കർമ്മം ഉണ്ടല്ലോ, അതിൽ പാപകർമ്മങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ജന്മത്തിലാണല്ലോ അവൻ അല്പം ഭക്തിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഭഗവാന് ആരോടും ഇഷ്ടക്കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല. പിന്നെ ആരിലാണ് ഈ ഭഗവത് അനുഗ്രഹം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ പുണ്യവിശേഷം കൂടുതലുള്ളവരിൽ ആരാണോ കൂടുതൽ പുണ്യം ചെയ്തിരിക്കുന്നത്, ആ പുണ്യം ചെയ്തത് അതാത് ജീവനാണല്ലോ. അപ്പൊ ഈശ്വരനെ അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഭഗവത് അനുഗ്രഹത്തിന് പാത്രമാകുന്നത്രയും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കും, എന്നിൽ അനുഗ്രഹവർഷം ചൊരിയും.
അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിക്കുന്നത്, ഭഗവത് അനുഗ്രഹ പാത്രമായി വരേണം, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരണം ഞാൻ. അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നല്ലത് തന്നെയാണ്, ചിത്തത്തെ ശുദ്ധമാക്കും. പക്ഷെ ആരാ അനുഗ്രഹത്തിന് പാത്രമാകുന്നത്? പുണ്യം ചെയ്തവൻ. വേറെ ആർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല. പാപിക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല. പാപി എന്ത് വേണം? അയാളുടെ പാപകർമ്മങ്ങളെയൊക്കെ കുറച്ചായി അകറ്റി പുണ്യകർമ്മങ്ങളെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവണം. അതേ ഉള്ളൂ. പക്ഷെ മഹാപാപികളൊക്കെ പെട്ടെന്ന് ഭക്തന്മാരായ ചരിത്രം ഉണ്ടല്ലോ. ഉണ്ട്. അതിന് കാരണം ഈ ജന്മത്തിൽ അവർ അല്പം പാപിയായി ജനിച്ചു. കഴിഞ്ഞ ജന്മങ്ങളിൽ സഞ്ചിതത്തിൽ ധാരാളം പുണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹം കിട്ടിയത്. നമ്മൾ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരൊറ്റ ജന്മത്തെ മാത്രം വെച്ചുകൊണ്ട് ഒരാളെ പുണ്യശാലി എന്നോ പാപി എന്നോ തീരുമാനിക്കരുത്. അയാളുടെ സഞ്ചിതത്തിൽ എത്രയുണ്ട് പുണ്യം, എത്രയുണ്ട് പാപം, അതാണ് നമ്മൾ നോക്കേണ്ടത്. മഹാപാപി ചിലപ്പോ ഈ ജന്മത്തിൽ നല്ലവനായി ജനിച്ചു എന്ന് വരാം. പക്ഷെ പാപമായിരിക്കും അയാളുടെ പൂർവകർമ്മത്തിൽ അധികരിച്ചു നിൽക്കുന്നത്. അതുപോലെ ഇപ്പൊ അല്പം പാപമൊക്കെ ചെയ്തു എന്ന് വരാം. പക്ഷെ അയാൾക്ക് ധാരാളം പുണ്യം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് ഒരു മനം മാറ്റം സംഭവിച്ച് അവർ സാത്വികന്മാരായി മാറും. അപ്പൊ ഭഗവാന്റെ അരുൾ പ്രസാദം ഉണ്ടാവുന്നു എന്നാണ്. ഇതുവരെ അജ്ഞാനവശാത് സുഖമായി തോന്നിയ ഭോഗങ്ങളെല്ലാം പരമാർത്ഥത്തിൽ അസുഖങ്ങളായിരുന്നുവെന്നും ആ വസ്തുത അറിയാതെ ജന്മങ്ങൾ പാഴാക്കിക്കളഞ്ഞുവല്ലോ എന്നും പശ്ചാത്തപിച്ച്, ഈ പശ്ചാത്താപം പോലെ മനുഷ്യ മനസ്സിനെ ശുദ്ധമാക്കുന്ന വേറൊന്നില്ല. എല്ലാറ്റിനുമുള്ള മറുമരുന്ന് പശ്ചാത്താപം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പശ്ചാത് താപം. സംസ്കൃതത്തിൽ പശ്ചാത് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് അർത്ഥം. പിന്നീട് ദുഃഖിക്കുക, ചെയ്തതിനെ ഓർത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദുഃഖിക്കുക. എന്തിനാ? പിന്നീട് ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി. അല്ലാതെ കുംഭസാരം പോലെ ആയിപ്പോരുത്. അത് വളരെ ഉദാത്തമായ ഒരു ആശയമാണ്. ഏത്? ഈ കുംഭസാരം, പാപം ഏറ്റു ചൊല്ലുക എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്തെന്നോ, ഞാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ എൻ്റെ ദൗർബല്യം കാരണമോ ഞാനൊരു പാപം ചെയ്തു, അത് എന്തോ ആയിക്കൊള്ളട്ടെ, ആ പാപം നമ്മുടെ ഉള്ളിൽ വെച്ച് നീറി കഴിഞ്ഞത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എപ്പോഴും നോക്കിക്കോളൂ, ഈ പാപം ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ആ ദുഃഖം കുറയും, അതിൻ്റെ സ്വാധീനം കുറയും. നമ്മൾ പാപം ഒന്നും വിളംബരപ്പെടുത്താറില്ല, അതൊക്കെ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും. പുണ്യകർമ്മങ്ങൾ മാത്രം പെരുമ്പറയടിച്ച് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കും. ഇതാണ് പൊതുവേ മനുഷ്യ സ്വഭാവം. അപ്പോൾ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒരാൾ അമ്പലത്തില് വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾ ചോദിക്കും. അത് കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത്? പക്ഷെ ഒരു വ്യക്തി, നമുക്ക് വിശ്വാസമുള്ള, അത് സുഹൃത്താകാം, നമ്മുടെ ആചാര്യനാവാം, അല്ലെങ്കിൽ ബന്ധുവാകാം, ആരോടെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു പാപം ചെയ്തു പോയി, എനിക്കതിൽ അതിയായ ദുഃഖമുണ്ട്, ഞാനിത് ഇനി അത് ആവർത്തിക്കില്ല എന്ന് ഒരാളോട് തുറന്നു പറഞ്ഞ് കരഞ്ഞു തീർക്കണം. അപ്പോഴാണ് ആ മനസ്സിലുള്ള ഭാരം ഇല്ലാതെയാവുക. ആർക്ക്? നല്ലവന്. ഇതൊക്കെ അല്പമെങ്കിലും സത്വഗുണം ഉള്ളിലുള്ളവനാണ് ഇങ്ങനെയൊക്കെ തോന്നുക, പശ്ചാത്താപമൊക്കെ. അങ്ങേയറ്റത്തെ കൊടും പാപിക്ക് എത്ര പാപം ചെയ്താലും അയാൾക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല. അവൻ വീണ്ടും വീണ്ടും ചെയ്യും. അവന്റെ ന്യായീകരണം എന്തെന്നറിയാമോ? ഞാനൊരു പാപം ചെയ്തു, എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല, ദൈവം എന്നെ ശിക്ഷിച്ചില്ല, എനിക്കൊരു ആക്സിഡന്റോ മുറിവോ ധനനഷ്ടമോ മാനഹാനിയോ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ എന്താ? ശിക്ഷയൊന്നും കിട്ടിയില്ലല്ലോ, പിന്നെയും പാപം ചെയ്യുക തന്നെ. അപ്പൊ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് പാപം ചെയ്യുന്നതിനുള്ള ലൈസൻസായി കരുതി വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു. ആര്? ദുഷ്ടൻ. ശിഷ്ടൻ അങ്ങനെയല്ല. അറിയാതെ ഒരു തെറ്റ്, അറിയാതെയല്ല, പലപ്പോഴും അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. ആ വാസനകൾക്ക് വിധേയനായി വാസനകളുടെ പ്രേരണ നിമിത്തം ഒരു പാപം ചെയ്തു. പക്ഷെ അത് ആരോടെങ്കിലും ഏറ്റു പറഞ്ഞ് ഇനിമേൽ ഞാനത് ചെയ്യില്ല എന്ന് പറയണം. അതിനാണ് ആ കൺഫെഷൻ അല്ലെങ്കിൽ കുംഭസാരം എന്ന് പറയുന്നത്. ഇനി ആരോടും പറയാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഏതെങ്കിലും നമ്മുടെ ആരാധനാമൂർത്തി നമുക്ക് വേറൊരാളോട് പറയാൻ അല്പം ജാള്യതയുണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് അത്രമാത്രം വിശ്വസ്തരായിട്ട് ആരുമില്ല. കാരണം ഇത് ആരുടെത്തെങ്കിലും വെളിപ്പെടുത്തിയാൽ അവൻ 4 പേരുടെ അടുത്ത് പറയും, ഇത് പരസ്യമാക്കും. അതുകൊണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരാധനാമൂർത്തിയോട് ഉള്ളൊരുകി ഈ കുറ്റം ഏറ്റുപറഞ്ഞ്
ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഇനിമേലിൽ ഞാൻ അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ആ ദുഃഖിച്ച് ആ ചെയ്ത പാപത്തിന്റെ ഫലത്തെ കഴുകിക്കളയണം. അതാണ് അതിന്റെ പുറകിലുള്ള ഉദ്ദേശ്യം, പശ്ചാത്താപം. നമുക്ക് വേറെ ഒരു ഏർപ്പാടുണ്ട്, പ്രായശ്ചിത്തം. അതെന്താണ്? ഒരു പാപം ചെയ്തു, ആ പാപത്തിന് പരിഹാരം, അതാണ് പ്രായശ്ചിത്തം. അതൊക്കെ നോക്കിക്കോളൂ, സത്കർമ്മങ്ങളായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യുക, അന്നദാനമായാലും വസ്ത്രദാനമായാലും ധനദാനമാണെങ്കിലും മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് നമ്മുടെ പാപത്തെ ക്ഷയിപ്പിക്കാം. കണ്ടു വന്നോ? അപ്പോൾ പലതരത്തിലാണ് പശ്ചാത്താപം. ഈ പ്രായശ്ചിത്തം ചെയ്യാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലേ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. ചെറിയ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്യാം. 1000 പേർക്ക് ഊണ് കൊടുക്കണം, എത്ര പേരെ കൊണ്ട് പറ്റും? സാധാരണക്കാരനെ കൊണ്ട് എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നത്. കൊട, വടി, ചെരുപ്പ്, ഇതൊക്കെയാണ്. കാരണം നമുക്ക് നിത്യേന ഉപയോഗമുള്ളതാണ്. എപ്പോഴും നമ്മളൊരു ദാനം ചെയ്യുമ്പോൾ ആ ദാന വസ്തുവിനെ കൊണ്ട് അയാൾക്ക്, ഈ സ്വീകർത്താവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. കൊടയാകുമ്പോൾ മഴയത്തും വെയിലത്തും ഉപയോഗിക്കാം, ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് നടക്കാം, വടി ഊന്നിയും നടക്കാം. ചെറുപ്പക്കാരന് വടി ദാനം ചെയ്യരുത്, വയസ്സന്മാർക്കാണ് വടി കൊടുക്കുക. പിന്നെ തനിക്ക് നാളെ വയസ്സാവും, അപ്പൊ പ്രയോജനപ്പെടും എന്ന് കരുതി വടി കൊടുക്കാം, അടി കൊടുക്കരുത്. ഇപ്പൊ വടി, കൊട, ചെരുപ്പ്, ഇതൊക്കെയാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ദാനങ്ങൾ. വസ്ത്രദാനം വളരെ വിശേഷമാണ്. ഒരു മുണ്ട് ഒരു ഷർട്ടും, അല്ലെങ്കിൽ ഒരു പാൻറ് ഒരു ഷർട്ടും, ഒരു സാരിയും ഒരു ബ്ലൗസും വസ്ത്രദാനം. കാരണം നമ്മൾ അത് ഉടുക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ പുറകിലുള്ള ഈ ആശയവും ഭാവനയും എന്താണെന്നറിയാമോ? നമ്മൾ ആ വ്യക്തിക്കല്ല കൊടുക്കുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഈശ്വരനാണ് കൊടുക്കുന്നത്. ഒരു സ്ത്രീക്കോ പുരുഷനോ നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്തു, അവർക്ക് ഉപയോഗമുള്ളതാണ് നമ്മൾ കൊടുക്കുക. അത് അണിയുന്നത് ആ അല്പനായ വ്യക്തിയല്ല, ഉള്ളിലെ ഈശ്വരനാണ്. അപ്പൊ ഭഗവാന് കൊടുത്തു. വഴിപാട് പോലെയാണപ്പോ. അമ്പലത്തില് കാണിക്കപ്പെട്ടിയിൽ ഇടുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച നടത്തുന്നത് പോലെയോ ഒക്കെയാണ് ഈ ദാനം. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യം കൊടുക്കുക. അതാണ് ദാനത്തിലൂടെയൊക്കെ ഈ പാപം നഷ്ടമാകും എന്ന് പറയുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങളും ദുഃഖങ്ങളുമൊക്കെ പൂർവജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ്. അതിനെന്ത് ചെയ്യും? പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കൂ, അതിൻ്റെ സ്വാധീനം ഇല്ലാതെയാവും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ പ്രായശ്ചിത്തം, തീർത്ഥാടനം, ഗംഗയിൽ മുങ്ങി എഴുന്നേൽക്കുക, ഗംഗാ സ്നാനം, ദേവതാ ദർശനം, മഹാത്മാക്കളെ ദർശിക്കുക, ജ്ഞാനികളെ കാണുക, ഇതെല്ലാം പാപത്തെ ക്ഷയിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. അപ്പോൾ ഇതുവരെ അജ്ഞാനവശാത് സുഖമായി തോന്നിയ ഭോഗങ്ങളെല്ലാം പരമാർത്ഥത്തിൽ അസുഖങ്ങളായിരുന്നുവെന്നും ആ വസ്തുതയറിയാതെ ജന്മങ്ങൾ പാഴാക്കി കളഞ്ഞുവല്ലോ എന്നും പശ്ചാത്തപിച്ച്. എങ്ങനെയാ പശ്ചാത്തപിക്കേണ്ടത്? ആ പാപം ചെയ്തു ഈ പാപം ചെയ്തു എന്നല്ല, ഞാൻ ഇത്രയും ജന്മങ്ങൾ ജനിച്ചു മരിച്ചുവല്ലോ, ഇനി ജനിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കണം. ആ ജനന മരണങ്ങളിലാണ് നമുക്ക് പശ്ചാത്താപം തോന്നേണ്ടത്. അങ്ങനെ പശ്ചാത്തപിച്ച് മേൽജന്മത്തെ സഫലമാക്കാൻ യത്നം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ദൈവാനുഗ്രഹം മൂലം അരുൾ സുകൃതികളായ ജീവന്മാർക്ക് ബോധമുണ്ടാകുന്നു. ഈ ജനന മരണത്തിൽ നിന്നൊരു മോചനം കൂടിയേ തീരൂ എന്നൊരു വിചാരം വരുന്നത് തന്നെ ഭഗവത് കൃപയുണ്ടായി എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് തുടക്കമാണ്. മറ്റുള്ളവർ ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കുന്നില്ല. അവരുടെയൊക്കെ വിചാരം കെങ്കേമമായി ജീവിക്കുന്നു എന്നാണ്. എന്താ കുറവ് എന്നാണ് ചോദിക്കുന്നത്. വീടിന് വീട്, കാറിന് കാറ്, നല്ല കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നു, ഒരാൾ റാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ട് വീട്ടിൽ. ഇതിൽ പരം എന്ത് വേണം എന്ന് വിചാരിക്കുന്നവൻ എങ്ങനെ ഈ തത്വവിചാര മാർഗത്തിലേക്ക് കടന്നു വരും? അതുകൊണ്ടാണ് പറഞ്ഞത്, വിഷയങ്ങളിൽ നിസ്സംഗത, വിരക്തി ഉണ്ടാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം. അടുത്ത പദ്യം വായിക്കാം. വാശകത്തും കോവയിലും മാണിക്യമാക വഴങ്ക് ആശൈ തുറൈ അനന്തമാമതിലെ ആശൈ ഇരുതലൈപ്പാൽ ഏകമന ഇരണ്ടാം ഇത്തിൽ ഒരു തലൈ കാമം തുറവൻറോ. വാശകത്തും കോവയിനും. തമിഴില് 2 പ്രധാന കൃതികളുണ്ട്, തിരുവാചകവും തിരുക്കോവയും. തിരുവാചകം എഴുതിയത് മാണിക്യവാചക സ്വാമികളാണ്. ഭക്തിഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. ഇവരൊക്കെ ജ്ഞാനികളുമായിരുന്നു, പക്ഷേ അവരുടെ ആ കൃതികളിൽ ഭക്തിഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്.
അതാണ് വാചകത്തും തിരുവാചകവും കോവയിനും തിരുക്കോവയാർ അല്ലെങ്കിൽ തിരുച്ചിറ്റമ്പലക്കോവയാർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇങ്ങനെയുള്ള കൃതികളിൽ മാണിക്യമാക വഴങ്ക്, മാണിക്യവാചക സ്വാമികളാണ് തിരുവാചകം എഴുതിയത്. തമിഴിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, തിരുവാചകത്ത് ഉരുകാതാർ ഒരു വാചകത്തുക്കും ഉരുകാർ. എന്താണ് അർത്ഥം? ഈ തിരുവാചകം ഭക്തിരസപ്രധാനമായ ഒരു ഗ്രന്ഥമാണ്. അത് വായിച്ചാൽ കണ്ണിലൂടെ കണ്ണീര് വരാത്തവരാരുമില്ല എന്ന്. അത്ര ഹൃദയസ്പൃക്കായ കൃതിയാണത്, ഹൃദയസ്പർശിയാണ്. ആ തിരുവാചകം കേട്ടിട്ട് മനസ്സുരുകാത്തവൻ ഒരു വാചകം കേട്ടാലും മനസ്സുരുകില്ല. അവന്റെ മനസ്സ് കല്ല് പോലെയാണ്, അവന്റെ മനസ്സ് അലിയില്ല, അത് അലിഞ്ഞ കണ്ണുകളിലൂടെ കണ്ണീരായി പുറത്തു വരില്ല എന്നൊക്കെയാണ് ആ കൃതികളുടെ മഹത്വത്തെ പറയുന്നത്. വാചകത്തും കോവയിനും മാണിക്യമാക വഴങ്കും, മാണിക്യവാചക സ്വാമികളും അതുപോലെയുള്ളവരും ഇങ്ങനെയുള്ള ഭക്തിരസപ്രധാനങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വാചകത്തും കോവയിനും മാണിക്യമാക വഴങ്ക് ആശൈ തുറൈ അനന്തമാം അതിലെ. തിരുവാചകവും തിരുക്കോവയാർ, ഇങ്ങനെ രണ്ട് കൃതികൾ. തിരുവാചകം മാണിക്യവാചക സ്വാമികൾ രചിച്ചതാണ്. ഈ തിരുക്കോവയാറും അദ്ദേഹത്തിന്റെ തന്നെ കൃതിയാണോ എന്നുള്ളത് വ്യക്തമല്ല, ആവാനാണ് സാധ്യത. തിരുക്കോവയാർ എന്നുള്ളതിന് തിരുച്ചിറ്റമ്പലക്കോവയാർ എന്നൊരു പേരും കൂടെയുണ്ട്. ഈ കൃതികളെയൊക്കെ മാണിക്യം പോലെ, വിലമതിക്കാൻ പറ്റാത്ത മാണിക്യക്കല്ലുകൾ പോലെ മാണിക്യവാചക സ്വാമികൾ നമുക്ക് പ്രദാനം ചെയ്തു. അതാണ് മാണിക്യമാക വഴങ്ക് ആശൈ തുറൈ അനന്തമാം അതിലെ. പ്രേമത്തെ ദമ്പതിമാർ തമ്മിൽ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ തമ്മിലുള്ള ആ പ്രണയത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ധാരാളം കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. സംഘകാല കൃതികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ല. സംഘകാലം തമിഴ് സാഹിത്യം അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തിയത്, ശോഭിച്ചു നിന്നത്, പുഷ്ടി പ്രാപിച്ചത് ഈ സംഘകാലത്തിലാണ് എന്ന്. ആശൈ തുറൈ അനന്തമാം അതിലെ. ആശൈ തുറൈ എന്ന് പറഞ്ഞാൽ എന്താ? ആശൈ തുറൈ അനന്തമാം. ആശൈ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പലതിലും പ്രേമം ഒരു ഇതിവൃത്തമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. തലൈവൻ തലൈവി എന്നാണ് പറയുന്നത്, ജയലളിതയല്ല. തലൈവൻ തലൈവി എന്ന് പറഞ്ഞാൽ നായകൻ നായിക അല്ലെങ്കിൽ നായകി. തമിഴിലാണ് നായകി എന്ന് പറയുക, നമ്മൾ നായിക എന്നാണ് പറയുന്നത്. അതായത് ഹീറോയും ഹീറോയിനും തമ്മിൽ പ്രേമബദ്ധരാണ്. അങ്ങനെയുള്ള വിവരണങ്ങളും ആ പ്രേമവും കൂടെ കലർത്തി അതിനകത്ത് ഈ ഭക്തിയെയും കൂടെ കൊണ്ടുവന്നിട്ടാണ് പഴയ പല ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ആശൈ തുറൈ അനന്തമാം. ആശൈ തുറൈ എന്ന് പറഞ്ഞാൽ ആശയാകുന്ന, പ്രേമമാകുന്ന തുറ, ഇതിവൃത്തം. ആ ഇതിവൃത്തത്തിന് പല ഡയമെൻഷനാണുള്ളത്. നമുക്ക് ഇവിടെ പ്രേമകാവ്യങ്ങൾക്ക് ഒരു കുറവുമില്ല. മലയാളത്തിലെ സന്ദേശകാവ്യങ്ങൾ, സംസ്കൃതത്തിലെ സന്ദേശകാവ്യങ്ങൾ, മേഘസന്ദേശം, ഉണ്ണുനീലി സന്ദേശം, ആ സന്ദേശം, കോകില സന്ദേശം, ശുഖസന്ദേശം, മയൂര സന്ദേശം, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ രചിച്ചതാണ് മയൂര സന്ദേശം. ഇതിലൊക്കെ ഒന്നുകിൽ കഥാനായകൻ തൻ്റെ പത്നിക്ക് ഏതെങ്കിലും ജീവിയിലൂടെയോ അല്ലെങ്കിൽ മേഘം പോലെയുള്ള അചേതന പദാർത്ഥങ്ങളിലൂടെയോ സന്ദേശം അയക്കും, ഇതൊന്ന് ചെന്ന് എൻ്റെ ഭാര്യയോട് പറയണം എന്ന്. സാധാരണ നായകനാണ് സന്ദേശം അയക്കുന്നത്. അപൂർവമായി നായകന് സന്ദേശം അയക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാം. എന്തായാലും ഇങ്ങനെയാണ് സന്ദേശകാവ്യങ്ങൾ. അവിടെ പ്രേമം അല്ലെങ്കിൽ വിരഹം അതാണ് വിഷയം. തമിഴിലും ഇതുപോലെയൊക്കെ തന്നെയാണ് എന്ന്. അതാണ് ആശൈ തുറൈ. തുറ എന്ന് പറഞ്ഞ പല തുറകളിലും ഇന്ന് മലയാളത്തിൽ പറയാറില്ലേ, പല ഫീൽഡ്, പല മണ്ഡലങ്ങളിലും. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും പ്രേമത്തെ പ്രധാന വിഷയമാക്കിയാണ് പല കൃതികളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ അങ്ങനെയുള്ള കൃതികളിൽ ആശൈ ഇരുതലൈപ്പാൽ ഏകം എന ഇരണ്ടാം. ആശൈ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പ്രേമം, ലവ് എന്നാണ് അർത്ഥം. ആഗ്രഹം, കാമുകി കാമുകന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ പ്രേമത്തെയാണ് പറയുന്നത്. ആ ആഗ്രഹം ഇരുതലൈപ്പാൽ ഏകമെന ഇരണ്ടാം. വൺ വേ ലവുമുണ്ട്, ടു വേ ലവുമുണ്ട്. വൺ വേ ട്രാഫിക് ഇല്ലേ, അതായത് രണ്ടു പേരില് ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റേ ആളോട് സ്നേഹമുണ്ട്, മറ്റേ ആൾക്ക് തന്നോട് സ്നേഹമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. വൺ വേ. അതാണ് ഈ ഒരു തല. ആശൈ ഇരുതലൈപ്പാൽ ഏകം. രണ്ടു വശത്തൂടെയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ
ഒരാൾ മറ്റേയാളെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ആ ഇഷ്ടം അയാൾ പ്രകടിപ്പിക്കുന്നുമില്ല. ഇങ്ങനെ ഈ പ്രേമം എന്നുള്ള കാര്യത്തെ മുൻനിർത്തി ഒരുപാട് കാവ്യങ്ങൾ ഭാരതീയ ഭാഷകളിലും വിദേശ ഭാഷകളിലും രചിക്കപ്പെട്ടിട്ടുണ്ട്. അതില്ലെങ്കിൽ ജീവിതമില്ലപ്പാ. ഈ സ്ത്രീ പുരുഷ സ്നേഹം, ആ ഒരു ഇഷ്ടം, അതില്ലെങ്കിൽ ഇവിടെ കഥയുമില്ല, കാവ്യങ്ങളുമില്ല, ഒന്നുമില്ല ഇവിടെ. ഒരു സിനിമ എടുക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വേണം. ഒരൊറ്റ സ്ത്രീ ഇല്ല, എല്ലാ പുരുഷന്മാരെയും വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ പടം എടുക്കട്ടെ, സമ്മതിച്ചു കൊടുക്കാം? പറ്റുമോ? എടുക്കാം, ഓടില്ല, സിനിമ ഓടില്ല, കളക്ഷൻ കിട്ടില്ല. അപ്പോ ഈ പ്രേമം എന്നുള്ള ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കാവ്യങ്ങളും സിനിമകളും നാടകങ്ങളും എല്ലാം ഇന്നേ വരെ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനിമേലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നതാണല്ലോ. അതുകൊണ്ട് ഇവരുടെ ഈ കൃതികളിലും രചനകളിലും ഒക്കെ അത് കൂടിയേ തീരൂ. ഇരുതലൈപ്പാൽ ഏകമന ഇരണ്ടാം ഇത്തിൽ. ഇത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ, അവിടെ ഒന്ന് താ ഇരട്ടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ വൺ വേ ലവും ടൂ വേ ലവും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പ്രേമം ഇതിവൃത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന വിഷയമായിട്ടുള്ള കൃതികൾ അനേകമുണ്ട്. അതിൽ ഈ ഭക്തന് അല്ലെങ്കിൽ ജ്ഞാനിക്ക് ഭഗവാനോട് തോന്നുന്ന ഒരു പ്രേമമുണ്ട്. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് ആചാരപരമായ, അനുഷ്ഠാനപരമായ, ബാഹ്യമായ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിലല്ല, ഹൃദയം കൊണ്ടുള്ള ഒരു അടുപ്പമാണ്, ആത്മബന്ധമാണ്. അപ്പൊ ഈ ഭക്തന് അല്ലെങ്കിൽ ജ്ഞാനിക്കാണെങ്കിൽ തൻ്റെ അന്തരാത്മാവിനോട്, അല്ലെങ്കിൽ ഈശ്വരനോട് എന്ന് വെച്ചോളൂ, എല്ലാം ഒന്ന് തന്നെ. ഇത്തിൽ ഒരു തലൈ കാമം തുറവൻറോ. ഒരു തലൈ കാമം, വൺ വേ. ഒരു തല എന്ന് പറഞ്ഞാൽ രണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒരു വൺ വേ എന്നർത്ഥം, എതിർദിശയിൽ നിന്ന് ഇല്ല എന്നർത്ഥം. ഒരു തലൈ കാമം തുറവ് അൻറോ. തുറവ് എന്ന് പറഞ്ഞാൽ സന്യാസം. ഈ സന്യാസം ഒരു വൺ വേ ലവ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? സാധകന്, ഭക്തന് ഭഗവാനോട് അതിരുകടന്ന പ്രേമം. ആ ഭഗവാനെ വിസ്മരിച്ചിട്ട് ഒരു ക്ഷണം പോലും എനിക്ക് കഴിയാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ഭഗവാൻ അതുപോലെ ഇങ്ങോട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ അതൊരു വൺ വേ ലവ് അല്ലേ എന്ന്. ഭഗവാന് വേണ്ടി ഭക്തൻ എല്ലാറ്റിനെയും ത്യജിക്കാൻ തയ്യാറാവുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഈശ്വരന് വേണ്ടി സകലതും ത്യജിക്കുന്നു. പക്ഷെ ഭഗവാൻ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ്. ഭഗവാൻ പ്രതികരിക്കാൻ തുടങ്ങും പിന്നീട്. അപ്പോഴാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നത്. ഭഗവാൻ ആ ജീവനിൽ പ്രസാദിക്കും. ഇവൻ എൻ്റെ സ്വരൂപത്തെ ദർശിക്കട്ടെ എന്ന് അനുഗ്രഹിക്കും. അപ്പോ അത് ടൂ വേ ലവ് ആയി. പക്ഷെ തുടക്കം വൺ വേ ആയിട്ടാണ്. അതാണ് പറയുന്നത്, ഇത്തിൽ ഒരു തലൈ കാമം തുറന്തവൻ തുറവൻറോ. തുറവ് സന്യാസം, സന്യാസം അല്ലേ. സന്യാസം എന്ന് പറയുന്നത് ഒരു ദിശയിൽ മാത്രമുള്ള സ്നേഹമോ പ്രേമമോ അല്ലേ, തുടക്കത്തിൽ നിന്നാണ്. ശ്രേഷ്ഠരായ തമിഴ് വിദ്വാൻമാർ രചിച്ചിട്ടുള്ള വേദാന്ത ഗാനങ്ങൾ അനവധിയുണ്ട്. അതുപോലെ മാണിക്യവാചകർ സ്വാമികൾ രചിച്ചിട്ടുള്ള പാടലുകൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ, പദ്യങ്ങൾ എന്നർത്ഥം, ധാരാളമുണ്ട്. ഇവകളിൽ ഭഗവത് പ്രേമത്തെ വർണ്ണിക്കുന്നവരോ ജനത്തുറവികളോ ആയ അനേകരെ കാണാവുന്നതാണ്. ഭഗവാനോടുള്ള സ്നേഹം, അതായത് ഭഗവാനെ കാമുകനായും തന്നെ കാമുകിയായും ഭാവന ചെയ്ത് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഓരോ ജീവനും സ്ത്രീയാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും ജീവൻ സ്ത്രീയാണ്. അപ്പോ പുരുഷനാരാ? ഗോവിന്ദൻ. ബ്രഹ്മാവ് തുടങ്ങിയ സർവ്വദേവന്മാരും ഈ സൃഷ്ടിയിൽപ്പെട്ട സകല ജീവന്മാരും സ്ത്രീകളാണ്. പുരുഷൻ ഭഗവാൻ മാത്രം. ഗോവിന്ദയേവ പുരുഷ. ബ്രഹ്മാവ് തുടങ്ങിയവരൊക്കെ സ്ത്രീകളാണ്. എന്തുകൊണ്ട്? സ്ത്രീ പുരുഷനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അതുപോലെ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ജീവന്മാർ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ജീവന്മാരുടെ സ്വഭാവം ചപലമാണ്, സ്ത്രീകളെ പോലെ. അതുകൊണ്ടും അവരെ സ്ത്രീകൾ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഈ പുരുഷന്മാരൊക്കെ സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകളെ ഉള്ളൂ. പുരുഷൻ ഭഗവാൻ മാത്രമാണ്. ജീവന്മാരാകുന്ന സ്ത്രീകളാണ് പ്രപഞ്ചത്തിൽ എവിടെയും കാണാനുള്ളത്. ഇവകളിൽ ഭഗവത് പ്രേമത്തെ വർണ്ണിക്കുന്നവരോ ജനത്തുറവികളോ ആയ അനേകരെ കാണാവുന്നതാണ്. ഗൃഹനാഥനും സഹധർമ്മിണിക്കും ഭഗവത് പ്രേമം തുല്യമായുള്ളതിനെ സമശീർഷ പ്രേമമെന്നും
എന്ന് പറഞ്ഞാൽ ടു വേ. ഒരു വീട്ടിൽ ചേർന്ന് താമസിക്കുകയാണല്ലോ ദമ്പതികൾ. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും, അല്ലെങ്കിൽ കാമുകിക്ക് കാമുകനോടും കാമുകനോട് കാമുകിക്കും. രണ്ടു വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ സമശീർഷ പ്രേമം. തുല്യം സമശീർഷം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും തല പൊക്കം ഒരേ ലെവലിൽ. ഒരാൾ താഴെയോ ഒരാൾ മുകളിലോ ഇരുന്നാൽ അത് സമശീർഷമല്ല. മീറ ബായി ഉണ്ടല്ലോ, റാണാവ് നിർബന്ധിച്ച് വിവാഹം കഴിച്ചോണ്ട് പോയി. പക്ഷേ മീറ മനസ്സുകൊണ്ട് കൃഷ്ണനെയാണ് ഭർത്താവായി സ്വീകരിച്ചത്. തന്നെ കൃഷ്ണന്റെ കാമുകിയായിട്ടാണ് മീറാബായി സങ്കല്പിച്ചിരുന്നത് എന്നാണ്. അപ്പൊ ഈ ഭക്തി എന്നുള്ളത് എന്തിനെ ആസ്പദമാക്കി എന്നുള്ളതല്ല, എന്തിനെയെങ്കിലും വെച്ച് നമുക്ക് ഭഗവാനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. അതാണ് പ്രധാനം. ഏനകേന പ്രകാരേണ മനഃ കൃഷ്ണേ നിവേശയേത്. ഏതെങ്കിലും മാർഗത്തിലൂടെ, ഒന്നുകിൽ ഭഗവാനെ സഖാവായി കാണൂ, അല്ലെങ്കിൽ കാമുകനായി കാണൂ, അല്ലെങ്കിൽ കാമുകിയായി കാണൂ, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞായി കാണൂ, അല്ലെങ്കിൽ അച്ഛനായി കാണൂ, സുഹൃത്തായി കാണൂ, സഖാവായി കാണൂ. എങ്ങനെ കണ്ടാലും ആ ഭഗവാനുമായി മാനസികമായ ഒരു ബന്ധമുണ്ടാക്കണം. അതാണ് പ്രധാനം. ആ ബന്ധത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനെ അച്ഛനെന്ന് വിചാരിക്കാമോ? ഭഗവാനെ മകൾ ദേവിയെ മകളായി കരുതാമോ? ഭഗവാനെ മകനായി കരുതാമോ? എന്താ കരുതിയാൽ ഒരു ദോഷവുമില്ല. മനസ്സ് ഭഗവാനിൽ ലഗ്നമാകണം. അതാണ് പ്രധാനം. ഗൃഹനാഥനും സഹധർമ്മിണിക്കും ഭഗവത് പ്രേമം തുല്യമായുള്ളതിനെ സമശീർഷ പ്രേമമെന്നും ഒരാളിൽ കൂടിയും മറ്റൊരാളിൽ കുറഞ്ഞും ഉള്ളതിനെ ഏകമുഖപ്രേമമെന്നും കുടുംബികൾക്കുള്ള ഈശ്വര പ്രേമം രണ്ടു തരത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഇതിപ്പോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം ആയിപ്പോയി അല്ലേ? ഗൃഹനാഥനും സഹധർമ്മിണിക്കും ഭഗവത് പ്രേമം തുല്യമായിട്ടുണ്ടെങ്കിൽ സമശീർഷ പ്രേമം, ഒരാളിൽ കൂടിയും മറ്റൊരാളിൽ കുറഞ്ഞും ഉള്ളത് ഏകമുഖ പ്രേമം എന്നും കുടുംബികളുടെ ഈശ്വര പ്രേമത്തെ അല്ല ഇവിടെ പറയുന്നത്. സാധകന് ഭഗവാനുമായിട്ടുള്ള പ്രേമത്തെയാണ് പറയുന്നത്. അത് വൺ വേ ആണ് എപ്പോഴും. അത് ടു വേ ആകുന്നത് എപ്പോഴാ? ഭഗവാൻ ഈ ഭക്തനിൽ അനുഗ്രഹ വർഷം ചൊരിയുമ്പോൾ, ഈ ഭക്തനെ അനുഗ്രഹിക്കുമ്പോഴാണ് ആ പ്രേമം സഫലമാകുന്നത്. ഗൃഹനാഥൻ ഈശ്വരപ്രേമി അല്ലാതെയും നായിക അതിപ്രേമിയായും ചെയ്യുന്ന ഏകമുഖ പ്രേമം ശ്രദ്ധേയമാണ്. തമിഴിൽ അങ്ങനെയുള്ളതുണ്ട്. ഒരു രാജകുമാരിക്ക് വേറൊരു രാജകുമാരനുമായി ഉള്ളിൽ ഇഷ്ടമുണ്ട്, പക്ഷേ ഇവരത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അവസാനം എങ്ങനെയോ അറിഞ്ഞ് ഈ രാജകുമാരി തന്നിൽ അനുരക്തയാണെന്ന് മനസ്സിലാക്കി ആ രാജകുമാരൻ ഈ രാജകുമാരിയോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ വിവാഹം കഴിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന കഥകളുണ്ട്. അതെന്തെന്നാൽ വിഷയസുഖം ഇച്ഛിക്കാതെ സ്വരൂപാനന്ദം ലഭിക്കാൻ ഇച്ഛിക്കുന്നത് വിഷമമാണെങ്കിലും അത് ലഭിച്ചേ തീരൂ എന്ന വൈരാഗ്യത്തോടെ യത്നിക്കുന്ന ഏകമുഖപ്രേമികൾക്ക് സന്യാസം സ്വീകാര്യമായി വരുന്നു. വിഷയസുഖം വേണ്ട, എനിക്ക് ആ ബ്രഹ്മാനന്ദം മാത്രം മതി. അത് ഈ ഭഗവാൻ എന്നിൽ കനിയുന്നത് വരെ ഞാൻ ഭഗവാനോടുള്ള സ്നേഹത്തിന് കുറവ് വരുത്തില്ല. അപ്പൊ അത് വൺ വേ അല്ലേ? അപ്പൊ ഈ സന്യാസിമാരും ഭക്തന്മാരും ഒക്കെ അനുഷ്ഠിക്കുന്ന സ്നേഹം സമശീർഷ സ്നേഹമല്ല, ഏകമുഖ സ്നേഹമാണ്, വൺ വേ ആണ്. സ്വരൂപാനന്ദ ലബ്ധിക്കായി മഹാപ്രയത്നം ചെയ്യുന്നവർക്ക് ഉടൻ അത് പ്രാപ്യമല്ലെന്ന് വന്നാലും അവർ ആ യത്നം കൈവിട്ട് വിഷയാനന്ദത്തിലേക്ക് തിരിച്ചു പോകാതെ തുറവിൽ തന്നെ ഉറച്ചു നിന്ന് അരുളിനെ അഭിലഷിച്ച് യത്നിക്കുന്നതാണ്. താൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാള് അതറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ സ്നേഹം പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. അത് സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, പുരുഷനാണെങ്കിൽ വേറൊരു സ്ത്രീയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇതാണ് ലോകത്ത് കണ്ടുവരാറുള്ളത്. പക്ഷേ ഈ ജ്ഞാനി അല്ലെങ്കിൽ ഈ തുറവി സന്യാസി അങ്ങനെ ചെയ്യുന്നില്ല. വിഷയസുഖം വേണ്ടാന്ന് പറഞ്ഞ് തള്ളി, ഈശ്വര പ്രേമം മാത്രമാണ് എൻ്റെ ലക്ഷ്യം, ഈശ്വര സാക്ഷാത്കാരം മാത്രമേ എനിക്ക് ജീവിതത്തിൽ കിട്ടേണ്ടതായിട്ടുള്ളൂ എന്ന് തീരുമാനിച്ച് ഒരു രീതിയിലും ഭഗവാനെ വിടാൻ തയ്യാറല്ല. അത് വൺ വേ ആണ്, പക്ഷെ അദ്ദേഹം വിടാൻ തയ്യാറല്ല. അങ്ങനെയുള്ള പ്രേമം ഈ തമിഴ് കൃതികളിൽ പലതിലും കാണാം. അതുകൊണ്ടാണ് അതിനെ ആദ്യം പറഞ്ഞത്. ആകയാൽ ഏകമുഖപ്രേമം തന്നെയാണ് കുടുംബി ജനതയുടെ സന്യാസം എന്ന് മനസ്സിലാക്കണം. കുടുംബികൾ ഈശ്വരനോട് ഭക്തിയുള്ളവരാണ്. കുടുംബികൾ എന്ന് പറഞ്ഞാൽ ലൗകികന്മാർ. ഭഗവാന് ഇവരോട് സ്നേഹമുണ്ടോ എന്ന് അവർക്കറിയില്ല. അവരത് അന്വേഷിക്കുകയും ചെയ്യുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ ആ കാര്യവും കൂടെ അന്വേഷിക്കേണ്ടതാണ്. എൻ്റെ ഇഷ്ടദൈവം, ഇഷ്ടദേവത ഇന്നതാണ്, കൃഷ്ണനാണ്, ശിവനാണ്. ഓ, നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നത് ഈ ആരാധനാമൂർത്തിയാണല്ലേ? അതെ, ശരി. നിങ്ങൾ ആരാധിക്കുന്ന ഈ ദേവന് നിങ്ങളോട് ഇഷ്ടമുണ്ടോ?
അല്ല, അത് ആലോചിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ഇഷ്ടം വിരക്തി രൂപത്തിലാണ് നമ്മളിലേക്ക് വന്ന് പതിക്കുന്നത്. അതും മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ചോദിക്കുന്നതല്ലേ ഇഷ്ടം പോലെ വാരിക്കോരി തന്നുകൊണ്ടിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രം ആയി ഞാൻ എന്നൊരിക്കലും വിചാരിക്കരുത്. ഉള്ളിൽ നിസ്സംഗത, വിരക്തി, ത്യാഗമനോഭാവം, സന്യാസം, ഈ ഭാവങ്ങളൊക്കെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നതിനുള്ള തെളിവായി. ഭഗവാൻ അങ്ങനെയാണ് നമ്മെ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ? വിരക്തനാക്കി തീർത്തുകൊണ്ട്. കാരണം തന്നെ മാത്രം ശരണം പ്രാപിച്ചവനാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ ഭഗവാൻ എങ്ങനെ കൈവടിയും? അത് അദ്ദേഹത്തിന്റെ മഹത്വത്തിന്, യശസ്സിന് യോജിച്ചതാണോ? അത് അദ്ദേഹത്തിന്റെ കീർത്തിക്കൊരു കളങ്കമല്ലേ? അതുകൊണ്ട് ഞാൻ ഭഗവാനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ, ഭഗവാനെ മാത്രം പ്രേമിച്ചാൽ ഭഗവാൻ എന്നെ പ്രേമിച്ചു തുടങ്ങും. ഭഗവാൻ എന്നെ പ്രേമിക്കുമ്പോൾ എനിക്ക് പറ്റുന്നത് എന്തെന്നറിയാമോ? വിഷയങ്ങളിലുള്ള പ്രേമം വിട്ടുപോകും. കുടുംബത്തോടും ബന്ധങ്ങളോടുമുള്ള സ്നേഹം വിട്ടുപോകും. അതാണ് ഭഗവാൻ നമ്മെ ഇഷ്ടപ്പെട്ടു എന്നതിനുള്ള തെളിവ്. ഭഗവാന് നമ്മൾ പ്രിയപ്പെട്ടവരായി തീർന്നു എന്നർത്ഥം. അടുത്ത പദ്യം വായിക്കാം. സാത്വികം 8 ദശവത്തയായി തന്നെ നീത്തവനായി താനായി പിന്നേയമായി കൂർത്തതെല്ലാം ശുദ്ധവത്തൈ തുവച്ചി തുകളറ്റ അത്തുവിതർക്കേതു മുതിയാ. അത്തുവിതർ, അദ്വൈതർ, അദ്വൈതികൾ. അദ്വൈതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മാത്രം ആശ്രയിക്കുന്നവർ എന്നല്ല, ഭഗവാനെ മാത്രം. ആ ഭഗവാനെ കവിഞ്ഞെനിക്കൊന്നും വേണ്ട, അതിൽ കൂടുതലും വേണ്ട, കുറവും വേണ്ട, ഭഗവാൻ മാത്രം മതി. അതും ഒരു തരത്തിലുള്ള അദ്വൈതമാണ്. എല്ലാം ബ്രഹ്മമയം എന്നറിഞ്ഞില്ലെങ്കിലും തൻ്റെ ലക്ഷ്യത്തിൽ അവർ അദ്വൈതികളാണ്. ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ അവർക്കില്ല. അപ്പൊ ലക്ഷ്യത്തിൽ അദ്വൈതികളാണ്. ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കി ഈ പ്രപഞ്ചവും ഈശ്വരമയമാണ് എന്നുള്ള അദ്വൈത സത്യം അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്ക് ആ ഒന്ന് മാത്രം മതി. ഏത്? ഭഗവാൻ. അവരുടെ അവസ്ഥയാണ്, അവരുടെ ഈ ജ്ഞാനികളുടെ അവസ്ഥയാണല്ലോ ഈ അധ്യായത്തിൽ മുഴുവനും വിവരിക്കുന്നത്. സാത്വികം 8. സത്വഗുണത്തിന്റെ പ്രകടനം 8 തരത്തിലാണ് എന്നാണ്. 8 ഗുണങ്ങളാണ് ഈ സാത്വികന്മാരിൽ കാണുന്നത്. എന്തൊക്കെയാണ്? ആദ്യം ഞാൻ ആ 8 എണ്ണത്തിന്റെ പേര് വായിക്കാം, പിന്നെ ഓരോന്നും എന്താണെന്ന് പറയാം. നിരാശൈ, തവം, പൊറുമൈ, കൃപൈ, സന്തോഷം, വായ്മൈ, അറിവുടൈമൈ, അടക്കമുടൈമൈ. നിരാശൈ, അത് നമുക്ക് ആവശ്യം പോലെ ഉണ്ടെന്നാണ്. ഞങ്ങളൊക്കെ ജീവിതത്തിൽ നിരാശരായി കഴിയുന്നവരാണ്. ആ നിരാശയല്ല മലയാളത്തിലെ നിരാശയല്ല, സംസ്കൃതത്തിലെ നിരാശ. ആശയറ്റ സ്ഥിതി എന്നാണ്. ഒരാഗ്രഹവുമില്ല. മറ്റേത് മോഹഭംഗത്തെയാണ് നമ്മൾ നിരാശ എന്ന് പറയുന്നത്. നമ്മൾ പലതും ആഗ്രഹിച്ചു, ഒന്നും നടന്നില്ല, അപ്പൊ മനസ്സിനുണ്ടാകുന്ന ഇംഗ്ലീഷിലെ ഡിസപ്പോയിന്റ്മെന്റ്, അതിനെയാണ് നമ്മൾ നിരാശ എന്ന് മലയാളത്തിൽ പറയുന്നത്. സംസ്കൃതത്തില് നിരാശ വളരെ ഉയർന്ന ഒരു ഗുണമാണ്. നിരാശരാവണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആശയറ്റവരാകണം. അതാണ് ആദ്യത്തെ ഗുണം. ഏത്? സത്വഗുണത്തിന്റെ പ്രകടനം അങ്ങനെയാണ്. നിരാശയിൽ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം, ആഗ്രഹങ്ങളൊക്കെ അറ്റ അവസ്ഥ. രണ്ടാമത്തേതോ തവം, തപസ് എന്നർത്ഥം. വ്രതങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭഗവാനെ ഉദ്ദേശിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഒരു നിഷ്ഠയായി ഭക്തിയോടെ ആദരവോടുകൂടെ ഭഗവാനോടുള്ള ഇഷ്ടത്തോടുകൂടെ നാം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ തപസ്. തപസ് എന്ന് പറയുമ്പോൾ അതിൽ പരാതിക്കോ പരിഭവത്തിനോ ഇടയുണ്ടാവരുത്. ശരീരത്തെ പീഡിപ്പിക്കുകയും അരുത്. നമ്മൾ ഈ തപസ്, വ്രതാനുഷ്ഠാനം എന്നുള്ള പേരിൽ ആത്മപീഡനമാണ് ചെയ്യുന്നത്. പരപീഡനം ദോഷമാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. അഹിംസയാണ് നമ്മുടെ മുഖമുദ്ര. അഹിംസ പരമോ ധർമ്മ. ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്, ആരെയും ഹിംസിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ ഹിംസിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അമിതമായി ഒട്ടും ആഹാരം കഴിക്കാതെ ശരീരത്തെ പട്ടിണിക്കിടുക, ഉറക്ക ശയന പ്രദക്ഷിണം, ഗരുഡം തൂക്കം, വായിലൂടെ ശൂലം കുത്തി കയറ്റുക, ഇതൊക്കെ എന്താ? ഇതൊക്കെ ഭഗവാന് പ്രീതികരമാവും എന്നാണ് ഇവർ വിചാരിച്ചേക്കുന്നത്. കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്, എടോ മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെയുള്ള ഘോര തപസ് ചെയ്യരുത്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള എന്നെയാണ് നിങ്ങൾ പീഡിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊന്നും ആരും കേൾക്കാൻ തയ്യാറല്ല. അവിടെ ഇവിടെയും 4-5 കൊളുത്തിട്ടിട്ട് ഈ ഗരുഡനെ പോലെ ഇങ്ങനെ
മോളിൽ നിന്ന് ഒരു ചെറിയ ഇതിൽ ഒരു കമ്പിയിൽ ഇങ്ങനെ കെട്ടി തൂക്കി. എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഇവർക്ക് എന്താണ് കിട്ടിയതെന്ന് അറിയാമെങ്കിൽ ദയവായി എന്നോടൊന്ന് പറഞ്ഞു തരണം. അത് തന്നെ, അയാള് ഇതിലിങ്ങനെ തൂങ്ങി ആടുമ്പോഴേ സുഖകരമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാൾക്ക്? അല്ല, അയാൾ അറിയുന്നില്ല, അയാൾ ഏതോ ഒരു അതീന്ദ്രിയമായ അവസ്ഥയിലാണ്. അതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതാണ്. അതീന്ദ്രിയമായ അവസ്ഥയൊന്നുമല്ല. അയാൾ ആ വേദന ഒട്ടും അറിയില്ല എന്ന്. കുറെയൊക്കെ സഹനശക്തി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏർപ്പാടുകൾക്കൊന്നും പോവരുത് എന്നാണ്. തപസ്സിന്റെ പേര് പറഞ്ഞ് ദേഹത്തെ പീഡിപ്പിക്കരുത്. നമ്മുടെ തപസ് എന്ന് പറയുന്നത് ശാരീരിക തപസ്സുണ്ട്. ജപിക്കുക, പ്രദക്ഷിണം ചെയ്യുക, നമ്മക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഈ അതിരാവിലെ 3:30 മണിക്ക് മറ്റേ ആറ്റി ചെന്ന് ഐസ് വെള്ളത്തിൽ കുളിക്കണമെന്ന് ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കൂ. എന്നാലേ ഭഗവത് ദർശനം കിട്ടൂ. മരം കോച്ചുന്ന തണുപ്പില് ഇവിടെ വേണ്ട, ഹരിദ്വാറിലോ ഋഷികേശത്തിലോ രാവിലെ ഒരു 3-3:30 മണിക്ക് ചെന്ന് കുളിച്ചിട്ട് വന്നാൽ, ആ കാശിയിലാണ് കുളിക്കുന്നതെങ്കിൽ കാശി വിശ്വനാഥൻ അപ്പ ദർശനം തരും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പേ ഞാൻ ഓടും. കാരണം എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഓടുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും. അതൊന്നുമല്ല ഈശ്വര ദർശനത്തിനുള്ള മാർഗം. തപസ് എന്ന് പറയുന്നത് മനസ്സിനെയും ബുദ്ധിയെയും ആശ്രയിച്ചിട്ടുള്ളതാണ്. അത് പറ്റാത്തവരാണ് ശാരീരിക തപസ് അനുഷ്ഠിക്കുന്നത്. വാചിക തപസ്സുണ്ട്, മൗനവ്രതം. ഞാൻ ഒന്നും മിണ്ടില്ല, നല്ലത് തന്നെയാണ്, അത്രയും എനർജി ലാഭിക്കാമല്ലോ, അതൊന്നും മോശമെന്ന അഭിപ്രായമില്ല. പക്ഷെ തപസ് മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ചു നിൽക്കുന്നതാവണം. അതാകുമ്പോൾ നമുക്ക് വലിയ ക്ലേശമില്ല. ഭഗവത് ചിന്തനം, അതിനേക്കാളും നിരന്തരമായ ഭഗവത് ചിന്തനം, ഭഗവൻ നാമജപം, ഇതിനേക്കാളും വലിയ തപസ് വേറെ എന്തുണ്ട്? ജപയജ്ഞം എന്നാണ് പറയുന്നത്. ഭഗവൻ നാമങ്ങൾ പുറത്തുച്ചരിക്കണ്ട, ഉള്ളിൽ തന്നെ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യുക. ജപയജ്ഞമാണ്. അവിടെ ഹോമകുണ്ഡം വേണ്ട, അഗ്നി വേണ്ട, ഋത്വിക്കുകൾ വേണ്ട, ഹോമദ്രവ്യങ്ങൾ വേണ്ട. സദാ സത്യത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ കർമ്മം ചെയ്താൽ അതിൻ്റെ പേരാണ് ജ്ഞാന തപസ്. സാധാരണ ഈ പ്രഭാഷണ പരമ്പരകളൊക്കെ വെക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പേര് ജ്ഞാനയജ്ഞം എന്നാണ്. ഭഗവത്ഗീത ജ്ഞാനയജ്ഞം. യജ്ഞമായ ഹോമകുണ്ഡവും അഗ്നിയും ഋത്വിക്കുകളും മറ്റ് ദ്രവ്യങ്ങളും ഒക്കെ വേണ്ട, ഒന്നുമില്ലല്ലോ. കുറെ ആൾക്കാർ വരുന്നു, കസേരയിൽ ഇരിക്കുന്നു, ഒരു മൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് ഒരാൾ സംസാരിക്കുന്നു, അവർ കേൾക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇവിടെ എവിടെയാണ് ജ്ഞാനം? അല്ല, എവിടെയാണ് യജ്ഞം? ഇതാണ് യജ്ഞം. ജ്ഞാനം പ്രചരിപ്പിക്കുക, മറ്റുള്ളവർ അത് ഉൾക്കൊള്ളുക, അതാണ് ജ്ഞാനയജ്ഞം. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ. ഇതും നമ്മുടെ കൃഷ്ണൻ പറയുന്നു. കേൾക്കില്ല, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങള് ദിവസേന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ചെന്ന് തൊഴുന്നവരാണ്. പക്ഷെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നതൊന്നും ഞങ്ങൾക്ക് ബാധകമേ അല്ല. നിങ്ങൾ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അനുഷ്ഠിക്കുന്ന ചെയ്യുന്ന യജ്ഞത്തെക്കാളും ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. എന്താണ് ജ്ഞാനയജ്ഞം? ജ്ഞാനം പ്രചരിപ്പിക്കുക. പ്രചരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അറിയാവുന്നവരിൽ നിന്നും അത് സ്വീകരിക്കുക, അതാണ് ജ്ഞാനയജ്ഞം. അത് ദ്രവ്യങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കപ്പെടുന്ന ചെയ്യപ്പെടുന്ന യജ്ഞത്തെക്കാളും വളരെ 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 ശ്രേഷ്ഠമാണ്. അപ്പൊ ആ സാത്വികം എന്ന് പറയുന്ന ആ സത്വഗുണത്തിന്റെ 8 പ്രകടനങ്ങളാണ്. അതിൽ ഒരെണ്ണം പറഞ്ഞപ്പോഴാണ് കാട് കയറിപ്പോയത്. തപം, തപസ്. മൂന്നാമത്തെ എന്താ? പൊറുമൈ, ക്ഷമ, സഹനശക്തി. ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ ആ വേദനയെ സഹിച്ചുകൊണ്ട് അവിടെ കിടന്ന് ആശുപത്രി പോയില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. അതല്ല സഹനശക്തി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരും. അതിനെയൊക്കെ സന്തോഷത്തോടു കൂടി സഹിക്കുക മനസ്സിന്റെ ബലമാണ്, മനോബലമാണ് ഈ ക്ഷമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേദനയ്ക്ക് പരിഹാരം കാണാതിരിക്കലല്ല. ഒരാൾ നമ്മെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ നമ്മെ അടിച്ചു, പറ്റുമെങ്കിൽ തിരിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളെ കൃഷ്ണൻ പഠിപ്പിച്ചത്. ഒരാൾ നിങ്ങളെ തല്ലിയാൽ നമ്മൾ ക്രിസ്തുദേവനെ പോലെ അത്രയും വിശാല മനസ്കരൊന്നുമല്ല. നിന്റെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ള നല്ല പ്രിൻസിപ്പിളാണ്. പക്ഷേ നമ്മൾ പറയുന്നത് ഈ അടിച്ചവനും ബ്രഹ്മം, അടി കൊണ്ടവനും ബ്രഹ്മം എന്ന വിചാരത്തോടു കൂടി പറ്റുമെങ്കിൽ തിരിച്ചൊന്നു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നേ. ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പരമാവധി തിരിച്ചടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗതികെട്ടാ പുലി പുല്ലും തിന്നും, അളമുട്ടിയാ ചേരയും കടിക്കും. അല്ലെങ്കിൽ ഈ ലോകം നമ്മെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താ, പറ്റുമെങ്കിൽ ആദ്യമേ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ശല്യമില്ലല്ലോ. ഡിഫൻസ് ആണ് നമ്മളല്ല ആദ്യം അടിച്ചത്.
അയാൾ തന്ന അടിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം വേറെ എവിടെയെങ്കിലും ചെന്ന് പരാതിപ്പെട്ടിട്ടും വലിയ പ്രയോജനമില്ല. ആരെയും നമ്പാൻ കൊള്ളാത്ത കാലമാണ്. നമ്മൾ ആശ്രയിക്കുന്നയാൾ നമ്മളെ കുപ്പിയിൽ ഇറക്കിയിട്ട് പോകുന്ന കാലമാണ്. അപ്പൊ നമ്മൾ ഇത് എവിടെ, ഏത് കോടതി അല്ലെങ്കിൽ ഏത് പോലീസിനെ വിശ്വസിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാദി പ്രതിയാകുന്ന കാലമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രതികരിച്ചോളുക. പക്ഷേ ഉള്ളിൽ നല്ല ഉറപ്പ് വേണം, എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ചോദിക്കുക, എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്തിനാ പ്രതികരിക്കുന്നത്? അങ്ങനെ പ്രതികരിക്കണ്ടെന്ന് തോന്നിയാൽ പ്രതികരിക്കണ്ട. അതുകൊണ്ട് ആ ഒരു ചോയ്സ് ഉണ്ട് നമുക്ക്. ആ ഒരു സർവാത്മഭാവം വന്നില്ല എങ്കിൽ പ്രതികരിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്ന്. അപ്പൊ തപസ്സായി പൊറുമൈ, ക്ഷമ, സഹനശക്തി, കൃപ. കൃപ എന്ന് പറഞ്ഞാൽ സഹതാപ, അനുകമ്പ, സഹജീവികളോടുള്ള അവരോട് കാണിക്കുന്ന ദയവ്. സന്തോഷം, സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, എപ്പോഴും പ്രസന്നമായിരിക്കുക. നമ്മുടെ മുഖത്ത് ഒരിക്കലും ഒരു ക്ഷീണമോ മുഖകാന്തി മങ്ങലോ ഒന്നും ഉണ്ടാവരുത്. എപ്പോഴും മുഖം പ്രസന്നമായിരിക്കുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. വായ്മൈ, വായ്മ എന്ന് പറഞ്ഞാൽ സത്യം പറയുക, സത്യം മാത്രം പറയുക. അറിവുടൈമൈ, അറിവാളിയായിരിക്കുക. നല്ല ജ്ഞാനം, വിശേഷിച്ചും അധ്യാത്മജ്ഞാനം അത് ബുദ്ധിയിൽ വേണ്ടുവോളം ഉണ്ടാവണം. അവസാനത്തേത് അടക്കമുടൈമൈ, അടങ്ങുക. ഇപ്പൊ നേരത്തെ പറഞ്ഞു അടിക്കാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു അടങ്ങുക. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചാൽ പരമാവധി അടങ്ങാൻ നോക്കാം, പറ്റിയില്ലെങ്കിൽ അടക്കുക. നമുക്ക് അടങ്ങാൻ പറ്റുന്നില്ല, നമുക്കൊന്ന് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നിയാൽ ആദ്യം അടക്കി നോക്കുക. പക്ഷെ ഈ വികാരം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മെ പ്രേരിപ്പിച്ചാൽ അതിന് ഒരു ഔട്ട്ലെറ്റ് കൊടുക്കുക, അതിന് പുറത്ത് പോകാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ 8 ഗുണങ്ങളാണ് സത്വഗുണത്തിൻ്റെ പ്രകടനങ്ങൾ. ഈ 8 സ്വഭാവ വിശേഷങ്ങൾ, ഉൾമൂല്യങ്ങൾ. സാത്വികമെട്ടായി ദശവത്തൈ, 10 അവസ്ഥകളുണ്ട് എന്നാണ്. ഈ 8 ഗുണങ്ങളെ അംഗീകരിച്ച് സാത്വികനായി ജീവിക്കുന്നവന് ആ പരമാത്മ സത്യത്തിൽ എത്തുന്നത് വരെ 10 അവസ്ഥകളുണ്ട് എന്നാണ്. വ്യാഖ്യാനത്തിലാണ് പറയുന്നത്, ഞാൻ വായിക്കാം ആ 10 അവസ്ഥകൾ. ഒന്നെന്താ? ഒന്നാമത്തത് മനസ്സിന്റെ ഏകാഗ്രത. ആ ഏകാഗ്രതയിൽ അയാള് പ്രപഞ്ചത്തെ മായയായിട്ടല്ല കാണുന്നത്, മായ ഉണ്ടാക്കി കാണിക്കുന്നതായിട്ടല്ല കാണുന്നത്, പക്ഷേ ഭഗവാന്റെ പ്രകടനമായി കാണുന്നു. നമ്മളെന്താ പറയുന്നത്? ജഗൻ മിഥ്യ, മായയാണ് നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നത്. ഇവിടെ മായയെ അംഗീകരിക്കാതെ ഭഗവാൻ തന്നെ പ്രപഞ്ചമായി കാണപ്പെടുന്നു. അതിനെന്താ? മായ വേണ്ട, ഈ കാണുന്നതൊക്കെ ഭഗവന്മയം തന്നെ എന്നുള്ള ഭാവത്തിൽ മനസ്സ് എപ്പോഴും പറ്റി നിൽക്കണം. അതാണ് ഒന്നാമത്തെ അവസ്ഥ. അടുത്തതെന്താ? മാനസികവും ശാരീരികവുമായ പ്രവണതകൾ, ആ ശീലങ്ങൾ, അതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്നൊരു തീരുമാനം ഉള്ളിലെടുക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ട്, ശാരീരികമായും മാനസികമായും ഒക്കെ ചെയ്യുന്ന, അതിനെയൊക്കെ എനിക്ക് അതൊന്നും വേണ്ട, ഞാൻ ഇനി മനസ്സിനെയും ശരീരത്തെയും ഒന്ന് ആശ്രയിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുക. മൂന്നാമത്തതോ, കഴിഞ്ഞ ജന്മങ്ങളിൽ നാം അനുഭവിച്ച ദുഃഖ പരമ്പരകളെ ഓർത്ത് നെടുവീർപ്പിടുക. എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ, വേണ്ട, ഈ ജന്മത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, അത് തന്നെ ഇഷ്ടം പോലെ നെടുവീർപ്പുകൾ ഇടാൻ അത് തന്നെ ധാരാളം. കഴിഞ്ഞ ജന്മത്തിലെ ദുഃഖമൊന്നും ആലോചിക്കണ്ട. ഈ ശരീരം എടുത്തതിന് ശേഷം നാം അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഓർത്താൽ തന്നെ നെടുവീർപ്പിടാനേ സമയമുണ്ടാവൂ. നമ്മൾ ദുഃഖമോ വിഷമോ ഒക്കെ വരുമ്പോഴാണല്ലോ ദീർഘനിശ്വാസം, നെടുവീർപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ ഒരു മനുഷ്യനായി ജനിക്കുന്നവൻ ഏതെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാം എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ, ധാരാളം നെടുവീർപ്പിടാൻ പറ്റും. നമുക്കതൊക്കെ പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും, മറന്നുപോയി, അതാണ് കാരണം. അപ്പോൾ അങ്ങനെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു മോചനം എത്രയും പെട്ടെന്ന് കൂടിയേ തീരൂ എന്നൊരു വിചാരം ഉണ്ടാവും. ആ വിരക്തി വർദ്ധിപ്പിക്കാൻ ഈ ദുഃഖങ്ങളെക്കുറിച്ചുള്ള സ്മരണ നമ്മെ സഹായിക്കും. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് എന്താ? മനസ്സ് ഈശ്വര ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ചില സമയത്ത് ആ ഈശ്വര കൃപ, ആ പ്രാണനൊക്കെ ശുദ്ധമാകും, പ്രാണനൊക്കെ ഉത്തേജിപ്പിക്കപ്പെടും. അങ്ങനെ ശരീരത്തിലെ ഊഷ്മാവ് കൂടും. സാധാരണ ഊഷ്മാവിനേക്കാളും അല്പം ചൂട് കൂടും ശരീരത്തിൽ. അങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. എല്ലാവരിലുമല്ല, ചിലരിൽ അല്ലെങ്കിൽ പലരിലും, എല്ലാവരിലുമല്ല. സാധാരണ ഈ അധ്യാത്മ മാർഗത്തിലൂടെ മുകളിലേക്ക് ഉയരുന്നവർക്ക് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടാവാം. അടുത്തതെന്താ?
ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതിലുള്ള മമത അതിൽ വേണം. എങ്ങനെയാവും? അടുത്തത് ആഹാരം എങ്ങനെ, എന്തായിരിക്കണം, എന്ത് വസ്ത്രമാണ് ഞാൻ ഉടുക്കേണ്ടത്, ഇതിലൊന്നും നമ്മുടെ മനസ്സിനെ അർപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മുടെ മനസ്സിനെ അലയാൻ അനുവദിക്കാതിരിക്കുക. അതാണ് അടുത്തത്. ഇനി എന്താ? മറ്റുള്ളവരുമായി അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. നമ്മുടെ ഓരോന്നിനും തർക്കിക്കുക. ഈ തർക്കം കൊണ്ട് ലോകത്തിൽ ഇന്നേ വരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കാരണം വിരുദ്ധാഭിപ്രായങ്ങളുള്ള രണ്ടുപേരും അവരവരുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. രണ്ടുപേരും താൻ പറയുന്നതാണ് ശരി എന്ന് വാദിക്കും. അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ മണിക്കൂറുകളോളം തർക്കിച്ചത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? പിന്നെ കാണികൾക്കൊരു രസമായിരിക്കും. രണ്ടുപേര് തല്ലുകൂടുന്നതോ വഴക്കടിക്കുന്നതോ കാണാൻ നമുക്ക് നല്ല രസമാണ്. നമ്മളതിൽ പാർട്ടി അല്ലല്ലോ. അവൻ 1 പറയും, അതിന് ഇവൻ തിരിച്ച് 10 പറയും, അവൻ 100 പറയും. അത് കാണാനും കേൾക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ പറയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും ഒന്നും യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് പിന്തിരിയുക, മൗനം ഭജിക്കുക, കഴിയുന്നതും വാ തുറക്കാതിരിക്കുക, വാക്ക് ഒന്നും മിണ്ടാതിരിക്കുക. ഈ മൗനം എന്ന് പറയുന്നത്, മൗനം വിദ്വാനുഭൂഷണം എന്നാണ്. മണ്ടന്മാരുടെ ഇടയിൽപ്പെട്ട ഒരു വിദ്വാൻ വാ തുറക്കാതിരിക്കുന്നതാണ് അവൻ അലങ്കാരം. കാരണം അവൻ വാ തുറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇവനെ മണ്ടനെന്ന് മുദ്രകുത്തും. കാരണം കൂടുതൽ മണ്ടന്മാരാണ്. അപ്പോൾ മണ്ടന്മാരുടെ ഇടയിൽപ്പെട്ട വിദ്വാനും മൗനം ഭജിക്കണം, വിദ്വാൻമാരുടെ ഇടയിൽപ്പെട്ട മണ്ടനും മൗനം ഭജിക്കണം. കാരണം വാ തുറക്കാത്തിടത്തോളം മറ്റ് വിദ്വാൻമാർ ഇദ്ദേഹത്തെയും വിദ്വാൻ എന്ന് പരിഗണിക്കും. വാ തുറന്നു കഴിഞ്ഞാൽ മണ്ടത്തരം, മണ്ടനാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ രണ്ടിടത്തും മൗനമാണ് നല്ലത്. അതൊരു സാധനയായി അനുഷ്ഠിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാണ്. ഇനി അടുത്തത് എന്താ? ഭേദചിന്ത ഉള്ളിൽ വളർത്താതിരിക്കുക. ഇതിൽ പറയുന്നത് ഭ്രാന്തനെ പോലെ ജീവിക്കുക എന്ന്. അതായത് ആൾക്കാർ നമ്മെ കണ്ടാൽ ഇവന് ഒരു പിരി ലൂസാണ് എന്ന് തോന്നണം, എന്നാ രക്ഷപ്പെട്ടു എന്നാണ്. വലിയ അനുഗ്രഹമാണത്. ഒരു ശല്യം ഉണ്ടാവില്ല, നമ്മെ കൊണ്ട് അവർക്ക് ശല്യമില്ല, അവരെ കൊണ്ട് നമുക്ക് ശല്യമില്ല. 10 പൈസ ചോദിക്കാൻ ആരും അടുത്ത് വരില്ല. കാരണം കയ്യിലുള്ളത് കൂടെ ഇവൻ തട്ടിപ്പറിക്കുമെന്നായിരിക്കും അവരുടെ പേടി. മനസ്സിലായോ? ഒരു ഭ്രാന്തനെ പോലെ, ഉന്മാദം വന്നവനെ പോലെ, ഒരു ഉന്മത്തൻ എന്ന പോലെ തോന്നിക്കുമാറ് ജീവിക്കുക. അപ്പൊ ആളുകൾ ചുറ്റും കൂടില്ല. പറ്റുമെങ്കിൽ കല്ലൊക്കെ എടുത്തെറിയുക, അടുത്താരും വരില്ല. അയ്യോ അങ്ങേര് അസുഖം, തലയ്ക്ക് അസുഖമുള്ള ആളാണ്, അടുത്തൊന്നും പോണ്ട, കല്ലുവാരി എറിയും, കല്ലും മണ്ണും വാരി എറിയും, ആരും അടുത്ത് വരില്ല. അപ്പൊ ആളുകളെ അകറ്റി നിർത്താൻ അത് ഒരു മാർഗമാണ്. കാരണം എന്താ? ഈ ആള് ചുറ്റും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധന ചെയ്യാൻ പറ്റില്ല. നമ്മളെ മഹാനാക്കി ഇവർ കൊണ്ടു നടക്കും. രഥത്തിലൊക്കെ കയറ്റി, കുതിരപ്പുറത്ത് കയറ്റി, ആനപ്പുറത്ത് കയറ്റി, വണ്ടിയിൽ കയറ്റി, അത് ഇത് പൊന്നാട, മറ്റേത് ആദരിക്കൽ ചടങ്ങ്, എന്തിന്? നമ്മുടെ ആ വ്യക്തിസ്വാതന്ത്ര്യം നഷ്ടമാകും. അതുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ജീവിച്ചോളുക. ഇനി എന്താ? ചില സമയത്ത് ഈ ഭക്തി തലയ്ക്ക് പിടിക്കുമ്പോൾ ചിലപ്പം ബോധം കെട്ട് വീഴും. അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാണ്. സംഭവിക്കും എന്നല്ല, സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സ് ആ ഉന്നതമായ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ബോധം കെട്ട് താഴെ വീണു എന്ന് വരാം. ഒരു തരത്തിലുള്ള സമാധിയാണെന്ന് കൂട്ടിക്കോളൂ. അത് ബോധം കെടലല്ല. ബാഹ്യപ്രജ്ഞ ഇല്ലാതെ, ശരീരപ്രജ്ഞ ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ താഴെ വീണുപോയി എന്ന് വരാം. ആ ഭഗവത് ഭാവത്തിൽ മനസ്സ് എത്തുമ്പോൾ അങ്ങനെ ബോധക്ഷയം സംഭവിക്കാം. കാരണം പ്രാണന്റെ ചലനമൊക്കെ കുറഞ്ഞു വരും. അത് ഏതാണ്ട് നിശ്ചലമാകും. അപ്പോൾ അംഗങ്ങൾക്കുള്ള ചലനശേഷിയൊക്കെ നഷ്ടപ്പെടും. എണീറ്റ് നിൽക്കാൻ പറ്റില്ല, വീണുപോകും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അവസാനത്തെ എന്താ? ഞാൻ എന്നുള്ള വിചാരം, ആ ഒരു ഭാവം ഉള്ളിൽ ലവലേശം പോലും ഇല്ലാതെ സ്ഥിതി ചെയ്യുക. അതാണ് പരമകാഷ്ഠ. അഹങ്കാരം പൂർണ്ണമായി നശിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ സത്വഗുണത്തിൻ്റെ 8 പ്രകടനങ്ങളും 10 അവസ്ഥകളും പറഞ്ഞു. ആ പദ്യം പൂർത്തിയാക്കാൻ നമുക്ക് സമയമില്ല. അപ്പം നാളെ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ വേഗത്തിൽ ഓടിച്ചു പറഞ്ഞിട്ട് ആ പദ്യത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.